എറണാകുളം ജില്ലാ ജയിലിൽ റിമാൻഡ് തടവുകാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ജയിൽ വാർഡന് പരിക്കേറ്റു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജയിൽ വാർഡൻ അഖിൽ മോഹന്റെ കൈക്ക് പരിക്കേറ്റു എന്നാണ് ആ വാർത്ത സൂചിപ്പിക്കുന്നത്. ശ്യാംകുമാറാണ് റിപ്പോർട്ടുമായി ഇപ്പോൾ കൊച്ചിയിൽ തത്സമയം ചേരുന്നത്. എന്താണ് ജയിലിൽ സംഭവിച്ചത്? ഈ സംഘർഷങ്ങൾക്ക് കാരണം എന്താണ് എന്ന് ശ്യാംകുമാറിനോട് ചോദിക്കാം. ശ്യാം, എന്താണ് ജയിലിൽ ഇങ്ങനെയൊരു സംഘർഷത്തിന് ഇടയാക്കിയ കാരണം? ഇതിപ്പോൾ പരിക്കേറ്റത് ജയിൽ വാർഡൻ തന്നെയാണ്. ഈ പരിക്കിന്റെ നില എന്താണ്? ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി. പ്രജിൻ, ഇന്ന് വൈകുന്നേരം അല്പസമയം മുമ്പാണ് എറണാകുളം കാക്കനാടുള്ള ജില്ലാ ജയിലിൽ പ്രതികൾ തമ്മിൽ ഏറ്റുമുട്ടുകയും അത് തടയാൻ ചെയ്യുന്ന ജയിൽ വാർഡിന് പരിക്കേൽക്കുകയും ചെയ്തത്. അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നേരത്തെ പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതികളായ സഹോദരങ്ങളാണ് ജയിലിനുള്ളിൽ സംഘർഷമുണ്ടാക്കിയത്. അഖിൽ ഗണേഷ്, അജിത് ഗണേഷ് എന്നതാണ് ഇവരുടെ പേര്. മറ്റൊരു പ്രതിയെ മർദ്ദിക്കുന്ന തടയാൻ ചെന്ന ജയിൽ വാർഡനായ അഖിൽ മോഹന്റെ കൈ പിടിച്ച് തിരിച്ച് ഒടിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ വിരലിന്റെ അസ്ഥിക്ക് ഒടിവ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ജീവനക്കാരെത്തിയാണ് രണ്ട് പ്രതികളെയും പിടിച്ചു മാറ്റുകയും അവരെ തടവിൽ വെച്ച ശേഷം പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തത്. ഏതായാലും ജയിൽ ഉദ്യോഗസ്ഥനെ ജയിലിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് ഇപ്പോൾ പ്രതികൾക്കെതിരായിട്ട് ജയിൽ അധികൃതർ ആരോപിക്കുന്ന കുറ്റം. ഏതായാലും ഈ പ്രതികൾ ജയിലിനുള്ളിലെ സ്ഥിരം പ്രശ്നക്കാരാണ്. അവരാണ് ഇപ്പോൾ ജയിലിനുള്ളിൽ വാർഡനെ മർദ്ദിച്ച ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. എസ് ശ്യാംകുമാറാണ് വാർത്ത പങ്കുവച്ചത്. ജില്ലാ ജയിലിലാണ് ഇതിലൊരു സംഘർഷം ഉണ്ടായത്. അവിടെ ഇപ്പോൾ ജയിൽ വാർഡൻ അഖിൽ മോഹനെ അല്ലെങ്കിൽ വധിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ ഈ റിമാൻഡ് തടവുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന വാർത്ത കൂടിയാണ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്നു എന്നത് ഞങ്ങളെ ഞെട്ടിക്കുകയാണ്. പുൽപ്പള്ളി കുറിച്ചിപ്പറ്റ വെള്ളുപുലിയിൽ ഇന്നലെ കടുവയിറങ്ങി. ജനവാസ മേഖലയ്ക്കടുത്ത് കടുവയെ കണ്ടതിന്റെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. റിപ്പോർട്ട് കാണാം. വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് കുറിച്ചിപ്പറ്റ വെളുകൊല്ലി. വന്യമൃഗങ്ങൾ സദാസമയവും ഈ മേഖലയിലുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഒരു കടുവയെ ഇവിടെ കണ്ടത്. കണ്ടവരുടെ കൂട്ടത്തിൽ നാട്ടുകാരനായ അരുൺ പ്രകാശും ഉണ്ടായിരുന്നു. അനുഭവം അരുൺ പ്രകാശ് തന്നെ പറയും. ഇന്നലെ കണ്ട അനുഭവം പറഞ്ഞാൽ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് കണ്ടത്. കടുവ പിന്നെ നിരന്തരം ഇവിടെ ഉണ്ട്. സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊണ്ടുവിട്ടുകൊണ്ട് വരണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കടുവേനെ കൊണ്ട്. കടുവ ഇവിടെ ഈ പ്രദേശത്ത് എപ്പോഴും നിരവധി പിള്ളേരുകൾ കടന്നു പോകുമ്പോൾ ഇവിടെ കാണാറുണ്ട്. നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട്. നമ്മൾ നിരന്തരം കാണുന്നുണ്ട് കടുവേനെ. ഈ നമുക്ക് വേണ്ട പിന്നെ ഫെൻസിങ്ങോ മറ്റു ആവശ്യങ്ങളോ ഒന്നും ചെയ്തു തന്നിട്ടില്ല. നേരത്തെ ചെയ്ത ഒരു 10-15 വർഷം മുന്നേ ചെയ്തല്ലാണ്ട് പിന്നീട് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഫെൻസിങ് ഒന്ന് ഭദ്രമാക്കണം. പിന്നെ ഈ കടുവേനെ ഇവിടുന്ന് പിടിച്ച് വേറെ എവിടെയെങ്കിലും പാർപ്പിക്കാനുള്ള സംവിധാനം ചെയ്യണം. അരുൺ പ്രകാശും സുഹൃത്ത് ജിത്തുവുമാണ് ഇന്നലെ കടുവയെ കണ്ടത്. ഈ ദൃശ്യം പകർത്തിയത് വൈകിട്ട് 5:30യോടെയാണ് ഈ കാഴ്ച. ഒരു വനഗ്രാമമാണ് വെളുകൊല്ലി. കൃഷിയാണ് പ്രധാന ഉപജീവനം. കടുവയും ആനയും പുലിയുമെല്ലാം ഇപ്പോൾ ആശങ്ക പരത്തുന്നുണ്ട്. ഞാൻ സ്കൗട്ടിൻ്റെ ക്യാമ്പ് കഴിഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗേറ്റിൻ്റെ അവിടെ തോടുണ്ട്, അവിടെ കടക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വന്ന് അടുത്തെത്തിയപ്പോൾ ഞാൻ മേലോട്ട് ഓടി കയറി. അപ്പോൾ അതിങ്ങനെ നടന്നുപോയി. ഇവിടെ ഇപ്പോഴുള്ള ശല്യമാണിത്. ഇവിടെ ആരൊരു ഇതുപോലും തിരിഞ്ഞു നോക്കാറില്ല. ഞങ്ങൾ ഇവിടെ ഈ പ്രദേശമുള്ളവർ മാത്രം കടുവയും പുലിയും ആനയും കടുവയും എല്ലാം ഉണ്ട് ഇവിടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആ കടുവേനെ കണ്ട് ഇത്ര അടുത്ത് കണ്ട് കയറി മേലോട്ട് ഓടി കയറിയതാണ്. പ്രദേശത്തെ വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുന്ന സ്ഥിതിയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. 6 മണി കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങാറില്ല. 60-ലേറെ കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. കടുവാപ്പേടി കൊണ്ട് നെഞ്ചിടിപ്പ് മാറിയിട്ടില്ല നാട്ടുകാരുടെ. ഇവിടെ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് വനം വകുപ്പിനോട് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും നാട്ടുകാരുടെ ആ ആവശ്യം, അതായത് വന്യമൃഗശല്യം പരിഹരിക്കാൻ ഈ ഫെൻസിംഗ് വേണം എന്ന് പറയുന്ന ആവശ്യം, അത് കുറേ നാളുകളായി ആ മേഖലയിൽ ഉയർന്ന് കേൾക്കുന്നുണ്ട്. പ്രദേശത്ത് കടുവ മാത്രമല്ല കാട്ടാന ശല്യം രൂക്ഷമാണ് എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്കാണ് ഇനി. കടുവൻ്റെ പേടിയായതുകൊണ്ട് പക്ഷികളൊന്നും പോറ്റുന്നില്ല. ഇപ്പോൾ പൈസക്ക് എല്ലാം ബുദ്ധിമുട്ടാണ്. ആകെ കഞ്ഞി മുട്ടിയ പോലെ നിൽക്കുന്നത്. കടുവനെ കണ്ടു എന്നാണ് ഞാൻ മണി. നമ്മളെ കണ്ടില്ല. പിന്നെ ഇവിടെ ജിതു എന്ന് പറഞ്ഞ ആൾ കണ്ടു. ഇന്നലെ കണ്ടിട്ട് ഫോട്ടോ എടുത്തു മൊബൈലിൽ. പേടിയില്ലാണ്ടിരിക്കോ? ആന കൊന്താൻ അവിടെ ഇട്ടിട്ട് പോകും. ഇതുകൊണ്ട് പുള്ളി അങ്ങ് വച്ചു പോകും. ചെളിവുണ്ടാവില്ലല്ലോ. അംഗൻവാടി ടീച്ചർ കണ്ടുപോലോ. എന്നിട്ട് അതിനെ കണ്ടിട്ട് ഓടിയിട്ടില്ല, മെല്ലെ നീങ്ങിപ്പോയിന്ന് ടീച്ചർ ഇന്നലെ പറയാം ഞങ്ങളോട്. അതിന് ടീച്ചർ സുഖവുമില്ല. അതിൽ വരുന്നല്ല, എന്നും നടന്നു വരുന്നല്ലേ. അപ്പം
നിങ്ങളുടെ അവസ്ഥ പേടിയാണോ? പേടിയുണ്ട്. എനിക്ക് നടന്നു വരും പേടിയാ. ടീച്ചർ പറയും പിന്നെ ഓടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കഴുത്തൊക്കെ പിടിക്കുന്ന, ഞാൻ മെല്ലെ നീങ്ങിപ്പോയി എന്ന് പറഞ്ഞു. കടുവ കൊണ്ട് ആന ശല്യം കൊണ്ട് നമുക്ക് ഇവിടെ പോകാൻ വഴിയില്ല, വണ്ടി സൗകര്യമില്ല. അങ്ങനെ ഇപ്പോൾ കാട് റോഡുണ്ടായിട്ടൊന്നും നമുക്ക് കാര്യമില്ല. അത് ഫോറസ്റ്റിൽ ഇപ്പോൾ ആ റോഡ് പണി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ താഴെ വരെ റോഡുണ്ട്, നമുക്ക് മേലേക്ക് വരാനുള്ള ഒരു വഴിയില്ല. ഒരു മനുഷ്യന് നമുക്ക് എന്തെങ്കിലും ഒരു പനിയോ ഒരു ജലദോഷമോ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകുന്നത് ഈ ആനക്കാട്ടിലാവില്ല. അപ്പോൾ എന്തായാലും ഈ രീതിയിലുള്ള വന്യജീവി ആക്രമണം അത് പല ഭാഗങ്ങളിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒന്ന് വയനാടാണ്, മറ്റൊന്ന് ഇടുക്കി, പാലക്കാട്, ഈ മേഖലകളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൃശ്ശൂരും. ഇവിടെയൊക്കെ എല്ലാ ദിവസവും എന്നോണം വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വലിയ ഭീതി ഈ മേഖലയെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൽ അധികൃതർ എന്തുകൊണ്ടൊരു ശാശ്വതമായ പരിഹാരത്തിനായി ശ്രമിക്കുന്നില്ല എന്ന ഈ രീതിയിലുള്ള ഇപ്പോൾ കണ്ട പ്രതികരണത്തിൽ പോലുള്ള ഒരുപാട് പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിലും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുന്നുണ്ട്. അതിലേക്കൊക്കെ എത്താം. പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് തിരുവനന്തപുരം പോകണം. അവിടെ റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണം എന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം അത് വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് കടുപ്പിക്കുകയാണ് എന്ന വാർത്ത വരുന്നു. ഉദ്യോഗാർത്ഥികൾ കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രതിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ മേഘന മുരളി ആ സംഭവ സ്ഥലത്തു നിന്നും സമരമുഖത്തു നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മേഘന, ഓരോ ദിവസവും പല രീതിയിലുള്ള സമരമുറകളാണ് ഈ CPO റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്നത്. ഇന്നിപ്പോൾ കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിച്ച് പ്രതിഷേധിക്കുന്നു അല്ലേ? അപ്പോൾ എന്താണ് ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്? ഇനിയും ഏത് രീതിയിലുള്ള സമരത്തിലേക്കാണ് ഇവർ കടക്കുന്നത്? പക്ഷേ അപ്പോഴും ഇവരെ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടാനോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നോ ശ്രമം ഉണ്ടാവുന്നില്ല എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത്? പ്രജിൻ, വനിതാ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് 7ാം ദിവസമാണ് നിരാഹാര സമരം ആരംഭിച്ചിട്ട്. അതിൽ പ്രധാനമായും ഇപ്പോൾ അവർ കഠിനമായ സമരരീതികളിലേക്ക് മാറുന്നു. അത് ഈ കർപ്പൂരം കയ്യിൽ കത്തിച്ചടക്കമുള്ള സമരരീതികളിലേക്ക് അവർ മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സമരത്തിന്റെ തീവ്രത. അല്ലെങ്കിൽ എത്രത്തോളമാണ് ഇവരുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ എത്രത്തോളമാണ് എന്നുള്ള കാര്യം വിളിച്ചോതുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞ 7 ദിവസങ്ങളായി പലതരത്തിലുള്ള സമരമാർഗ്ഗങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചു. ആ സമരമാർഗ്ഗങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് അവർ സ്വയം വേദനിപ്പിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെ അവർ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കർപ്പൂരം കയ്യിൽ കത്തിച്ചുള്ള ഒരു സമരരീതിയിലേക്ക് മാറുന്നു. എന്താണ് ഇത്തരത്തിൽ സമരം ശക്തമാക്കാനുള്ളൊരു സമരം ശക്തമാക്കാനുള്ള തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ദിവസം ഞങ്ങളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. നാളെ ക്യാബിനറ്റ് ഉണ്ട്. ക്യാബിനറ്റിൽ ഞങ്ങളുടെ വിഷയം സംസാരിക്കാൻ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ സർക്കാരിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള വേദന എത്രത്തോളം ആണെന്ന് സർക്കാരിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനൊരു സാഹചര്യത്തിന് മുതിർന്നത്. രാവിലെ ഉണ്ടായിരുന്നു, രാവിലത്തെ ക്രോളിങ്ങിലൂടെ എല്ലാവർക്കും പരിക്ക് പറ്റി. ഞാൻ കുറച്ച് മുന്നേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് പരിക്കൊക്കെ പറ്റിയിട്ട് കുറച്ച് മുന്നേ എത്തിയതേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു കാഴ്ച തന്നെയാണ്. ഇവർ സ്വയം അത് വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമര രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത്. എങ്ങനെയാണ് ഒരു വളരെ നമ്മൾ സ്വയം വേദനിപ്പിച്ചുകൊണ്ടുള്ളൊരു സമരത്തിലേക്കാണ് പോകുന്നത്? ഞങ്ങൾ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. ഇപ്പം ശാരീരികമായിട്ട് വേദനയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. എന്ത് ചെയ്യാൻ തയ്യാറാണ്. അതതിന് തീ വെച്ചത് കയ്യിൽ. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇനിയെങ്കിലും സർക്കാർ ഞങ്ങളുടെ വേദന ഒന്ന് കാണണം, ഞങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചർച്ചയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ചെയ്യും തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വേദനയാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒന്നുമല്ല. ഇത് ഞങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ 1000-1 പോലും അല്ല ഇപ്പം ഞങ്ങൾ ചെയ്തത്. അത്രയ്ക്ക് മാനസികമായിട്ട് സങ്കടത്തിലാണ് ഞങ്ങളിവിടെ ഓരോരുത്തരും നിൽക്കുന്നത്. ഇനിയും ഇത്രയും ദിവസം, ഞങ്ങൾക്കിനി 11 ദിവസമേ ഉള്ളൂ. ഞങ്ങൾ സമരത്തിന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് നിങ്ങൾ ലേറ്റായോ, ആ രീതിയിൽ ഞങ്ങളെ കളിയാക്കുന്ന പോലെ ചോദിച്ചവരുണ്ട്. എന്നാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളെ 11 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലിസ്റ്റ് ചെറിയൊരു ലിസ്റ്റാണ്. അതും ഏറ്റവും വലിയ കട്ട് ഓഫിൽ 60.67 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കട്ട് ഓഫിൽ വന്നവരാണ്. അതായത് ഞങ്ങളാരും അയോഗ്യരല്ല. എല്ലാവരും ഫിസിക്കലും കഴിഞ്ഞ് നല്ല മാർക്കും വാങ്ങിയിട്ട് ഇവിടെ നിൽക്കുന്നവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളെ എടുക്കാത്തത്? ഞങ്ങൾക്ക് ആവശ്യമുള്ള വേക്കൻസി ഉണ്ട്, ഞങ്ങൾ RTI വെച്ച് മനസ്സിലാക്കിയതാണ്. പിന്നെ എന്തുകൊണ്ട് പ്രജിൻ ഇങ്ങനെ തന്നെയാണ്. അതായത് അവരുടെയൊക്കെ കൈയൊക്കെ ഇങ്ങനെ പൊള്ളി, ആ കർപ്പൂരം കത്തിച്ച് പൊള്ളി നിൽക്കുകയാണ്. അവർ വേദന അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് അവർക്ക് ഈ ശാരീരികമായി ഉണ്ടാകുന്ന വേദനയെക്കാളും അപ്പുറത്തേക്കാണ് അവർ ഇന്ന് അനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസം. അത് അവർ പഠിച്ച് ജോലി നേടുമെന്ന് പ്രതീക്ഷിച്ചവരാണ്. അങ്ങനെ അവർക്കത് പറ്റുന്നില്ല. ഇനി ദിവസങ്ങൾ മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാനുള്ളത്. വെറും 30% മാത്രമാണ് ഇപ്പോൾ നിയമനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് പരമാവധി നിയമനം നൽകുക, അതുപോലെ തന്നെ ഈ നിയമന കാലാവധി നീട്ടുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം. അത് നിറവേറിയില്ലെങ്കിൽ
തയ്യാറായില്ലെങ്കിൽ അല്ലെങ്കിൽ അത് സർക്കാർ സാധിച്ചു കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും കഠിനമായ സമരമാർഗങ്ങളിലൂടെ പോകുമെന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. മനസ്സിലാക്കാം മേഘന അവരുടെ വിഷമം എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള സമരമുറകളിലേക്ക് അവർ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തി നിന്നുകൊണ്ടുള്ള സമരം നമ്മൾ കണ്ടു. പിന്നീട് ഇഴഞ്ഞ് സമരം ചെയ്യുന്ന CPI ഉദ്യോഗാർത്ഥികളെ കണ്ടു. ഇപ്പോൾ കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ച് പ്രതിഷേധിക്കുകയാണ്. അപ്പോഴെല്ലാം അവർ പറയുന്നവരുടെ കയ്യിൽ ഈ പറയുന്ന രേഖകളെല്ലാം ഉണ്ട്, മതിയായ ഒഴിവുകളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റൊന്നും ഇനി ആൾക്കാരെ എടുക്കുന്നില്ല, നിയമിക്കുന്നില്ല എന്നൊരു ന്യായമായ ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. സർക്കാർ എന്തുകൊണ്ട് തങ്ങളെ കാണുന്നില്ല എന്ന് കൂടി പറയുന്നു. ഒരുപാട് പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ട് കമന്റുകൾ നൽകുന്നുണ്ട്. ഷീജ MK പറയുന്നു, കൈ പൊള്ളില്ലേ മക്കളെ, കഷ്ടം, പഠിച്ചത് വെറുതെ ആയല്ലോ എന്ന് സങ്കടപ്പെടുന്നുണ്ട് ഷീജ MK. മറ്റൊന്ന് മാത്യു ഒക്കെ പറയുന്നു, ഈ യുവജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് മാത്യു ഒക്കെ പറയുന്നത്. കുറച്ചു മാസങ്ങളും ദിവസങ്ങളുമായി സെക്രട്ടറിയുടെ സമരക്കളമായി മാറിയിരിക്കുന്നു, ഇതിന് ഉത്തരവാദി സർക്കാരല്ലേ എന്ന് എബ്രഹാം തോമസ് ചോദിക്കുന്നു. അങ്ങനെ ഒരുപാട് കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. സർക്കാരിന് ഈ രീതിയിൽ ഇവരെ കാര്യത്തിൽ ഇടപെട്ടൂടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരെ കാണാം. അപ്പോൾ എന്താണ് അതിൽ സർക്കാരാണ് നിലപാട് പറയേണ്ടത്? എന്തുകൊണ്ട് അതിൽ ഈ നിയമനം വൈകുന്നു? എന്തുകൊണ്ട് ഈ റാങ്ക് കാലാവധിക്ക് തീരാൻ പോകുമ്പോഴും കൂടുതൽ ആൾക്കാർ എടുക്കുന്നില്ല, ഒഴിവുണ്ടായിട്ടും എന്ന സുപ്രധാന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് വരുന്നത് എന്നാണ് ഈ കാത്തിരുന്ന് കാണേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു ഡൽഹിയിൽ നിന്നും. വഖഫ് ഭേദഗതി നിയമം 2025 പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. R. അച്യുതൻ ഡൽഹിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, അങ്ങനെ നിയമമാവുന്നു, അത് പ്രാബല്യത്തിൽ വരികയാണ്. രാഷ്ട്രപതിയുടെ അംഗീകാരം ആ ബില്ലിന് ലഭിക്കുന്നു. രാഷ്ട്രപതിയുടെ ഒപ്പുവരുന്നതോടുകൂടി തന്നെ അത് നിയമമായി മാറും സ്വാഭാവികമായിട്ടും. അപ്പോൾ മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ എന്ന ചോദ്യമായിരുന്നു നേരത്തെ ഉയർന്നു കേട്ടത്. എന്താണ് വിശദാംശങ്ങൾ? പ്രജിൻ, കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് ഈ ബില്ല് നിയമസഭയിലേക്ക് പാർലമെന്റിലേക്ക് കൊണ്ടുവരുന്നതും പാർലമെന്റ് ഈ കഴിഞ്ഞ ഈ മാസം 4-ന് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസാക്കി. ആ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ രാഷ്ട്രപതി ആ ബില്ലിന് അംഗീകാരം നൽകുകയും ആ വഖഫ് ഭേദഗതി നിയമമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ന്യൂനപക്ഷ കാര്യ മന്ത്രാലയമാണ് ഈ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഭേദഗതികൾ ഉൾപ്പെടെയുള്ള പുതിയ നിയമമായിരിക്കും ഇനി മുതൽ പ്രാബല്യത്തിൽ വരിക. കടുത്ത വിമർശനങ്ങൾ ഈ ബില്ലിന്റെ അവതരണ വേളയിലടക്കം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. നിലവിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ പലയിടങ്ങളിലും ഉയരുന്നുണ്ട്. സുപ്രീം കോടതിയിൽ വരെ നിരവധി ഹർജികൾ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇതിനോടകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബഹുഭൂരിപക്ഷം ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. എന്തായാലും ആ ഹർജികളുടെ പരിഗണനയിലിരിക്കെ തന്നെ കേന്ദ്ര സർക്കാർ ഇന്ന് തടസ്സ ഹർജി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അത്തരം സംഭവ വികാസങ്ങളുടെ പിന്നാലെയാണ് ഈ നിയമം ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ വരുത്തിയ ഭേദഗതികൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇനിയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക. വഖഫ് കൗൺസിലടക്കമുള്ള മാറ്റങ്ങൾ അത് ആ മുസ്ലിങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഭേദഗതിയാണ് നിയമത്തിൽ വരുത്തിയിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം ഇനി പിന്തുടരേണ്ടി വരും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ നിയമം വഖഫ് ഭേദഗതി നിയമമാണ് പ്രാബല്യത്തിൽ വന്നതായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. R. അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയിട്ടുണ്ടായിരുന്നല്ലോ. നേരത്തെ രാഷ്ട്രീയ പോര് ഒരു ഭാഗത്ത് നടക്കുന്നു, അതിനെ നിയമപരമായി പോരാടാൻ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി അത്തരം ഹർജികളുണ്ട്. ഈ നിയമത്തിനെതിരെ കോടതിയെ സമീപിക്കാം എന്നതുള്ളതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് ഇപ്പോൾ ആ കേസുകൾ ഈ ഹർജികളെല്ലാം എത്തുകയാണ്. അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന് തന്നെ കളമൊരുങ്ങുമ്പോഴാണ് ഇപ്പോൾ അത് നിയമമായി പ്രാബല്യത്തിൽ വരുന്നത്. വീണ്ടും ഈ നിയമ പോരാട്ടം തുടരുകയും ചെയ്യും. അത് കോടതിയാണല്ലോ തീർപ്പ് കൽപ്പിക്കേണ്ടത് അന്തിമമായി. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. മലപ്പുറം പൊന്നാനി എരമംഗലത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമം എന്ന് പരാതി. പെരുമ്പടപ്പ് പോലീസിനെതിരെ പരാതി നൽകിയത് CPIM ആണ്. മുഖ്യമന്ത്രിക്ക് ഇവർ പരാതി നൽകുകയായിരുന്നു. ഉത്സവത്തിനിടെ ഉണ്ടായ സംഭവത്തിന്റെ പേരിൽ പോലീസ് വിദ്യാർത്ഥികളെ വീട്ടിൽ കയറി വലിച്ചിറക്കി കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഇവരുടെ പരാതി. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. അതിനു മുമ്പ് ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. സമീർ, അപ്പോൾ ഇവിടത്തെ പരാതി നൽകിയിരിക്കുന്നത് CPM ആണ്. പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കാണ് പരാതി. വിദ്യാർത്ഥികളെ അകാരണമായി ഈ രീതിയിൽ വീട്ടിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ചു എന്നൊക്കെയാണ് ഈ പരാതി പറയുന്നത്. എന്താണ് സംഭവം? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്?
പ്രജിൻ, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. ഈ പൊന്നാനി എരമംഗലത്ത് ഒരു ഉത്സവം ഉണ്ടായിരുന്നു. ഉത്സവത്തിനിടെ ചില സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പോലീസ് ഈ വിദ്യാർത്ഥികളെ വീടുകളിൽ എത്തിക്കൊണ്ട് ഈ ബലം പ്രയോഗിച്ചുകൊണ്ട് ഈ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ പോലീസ് ക്രൂരമായി ചില വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് പോലീസ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളുകളെ കിട്ടിയതിനു ശേഷം ഇവരെ വിട്ടയച്ചു എന്നുള്ളതുമാണ് പ്രധാനമായും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വിദ്യാർത്ഥികളെ വീട്ടിൽ നമുക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ എരമംഗലം CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് ക്രൂരമായി ലാത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു, നെഞ്ചിലും അടക്കം അടിച്ചു പരിക്കേൽപ്പിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഈ CPM പോലീസിനെതിരെ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഈ ഉത്സവത്തിനിടെ യുവാക്കൾ പോലീസിനെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. വിദ്യാർത്ഥികൾ തിരിച്ച് ആക്രമിച്ചിട്ടില്ല എന്നും പിന്നീട് രാത്രി കസ്റ്റഡിയിലെടുത്തവരെ രാവിലെ വിട്ടയച്ചു എന്നുള്ളതുമാണ് ഈ പോലീസിന്റെ വിശദീകരണം. യെസ്, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് വിശദാംശങ്ങൾ നൽകിയത്. വിദ്യാർത്ഥികളെ വീട്ടിൽ കയറി അവരെ വലിച്ചിറക്കി മർദ്ദിച്ചു എന്നാണ് പോലീസിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതി. CPM ആണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് എന്നതാണ് ഈ വാർത്തയെ ശ്രദ്ധേയമാക്കുന്നത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക്, മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് കിടക്കുക. ഇപ്പോൾ ഈ റോഡ് മാർഗ്ഗമൊക്കെ നമ്മുടെ നാട്ടിൽ യാത്ര ചെയ്യാറുണ്ട് നമ്മളൊക്കെ. അപ്പോൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം, പലപ്പോഴും ദീർഘദൂര യാത്രയൊക്കെ ആണെങ്കിൽ ഈ അത്യാവശ്യത്തിന് ഈ ശുചിമുറികളില്ലാത്തത്, ഒരു പൊതു ശൗചാലയങ്ങൾ പലയിടങ്ങളിലും ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ഒരു വലിയ പ്രശ്നമാണ്, ആരോഗ്യ പ്രശ്നം പോലും ഉണ്ടാക്കുന്ന വിഷയമാണ്. അതിന് ഒരു പ്രതിവിധി എന്നോണം ഈ പെട്രോൾ പമ്പുകളുടെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാം, അങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ. പക്ഷേ അത് പലപ്പോഴും അങ്ങനെ കിട്ടാറുണ്ടോ, അത്തരം സൗകര്യങ്ങൾ കിട്ടാറുണ്ടോ എന്നതൊരു വലിയ ചോദ്യമാണ്. ഇതിപ്പോൾ ഈ ശുചിമുറി തുറന്നു കൊടുക്കാത്ത പെട്രോൾ പമ്പിനെതിരെ ഒരു നിയമപോരാട്ടം നടത്തി അതിൽ വിജയിച്ചിരിക്കുകയാണ് ഒരു അധ്യാപിക. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. പത്തനംതിട്ട ഏഴംകുളം സ്വദേശി ജയകുമാരിയാണ് ഉപഭോക്തൃ കോടതിയിൽ സ്വയം വാദിച്ച് 1.65 ലക്ഷം രൂപ പിഴ ഈടാക്കിച്ചത്. എന്നാൽ വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് പെട്രോൾ പമ്പ് മാനേജ്മെന്റിന്റെ തീരുമാനം. ശുചിമുറി ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കി നൽകാത്ത പെട്രോൾ പമ്പിനെതിരെ സമാനതകളില്ലാത്ത നിയമപോരാട്ടമാണ് ജയകുമാരി ടീച്ചർ നടത്തിയത്. 2024 മെയ് 8 രാത്രി 11 മണി കാസർഗോഡ് നിന്നും പത്തനംതിട്ടയിലേക്ക് വരുന്ന വഴിയാണ് പയ്യോളിയിലെ പെട്രോൾ പമ്പിൽ ജയകുമാരി ടീച്ചർ കയറുന്നത്. പൂട്ടിയിട്ടിരുന്ന ശുചിമുറിയുടെ താക്കോൽ ആവശ്യപ്പെട്ടപ്പോൾ പമ്പ് ജീവനക്കാർ നൽകാൻ തയ്യാറായില്ല. താക്കോൽ മാനേജറുടെ കയ്യിലാണെന്നും അദ്ദേഹം ഇവിടെ ഇല്ലെന്നും മറുപടി. പിന്നീട് പയ്യോളി പോലീസ് എത്തിയാണ് ശുചിമുറി തുറന്നു നൽകിയത്. ഏറ്റവും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഒരു സ്ത്രീ ഒരു വാഷ്റൂം സൗകര്യത്തിന് വേണ്ടി പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയ നീതി നിഷേധം. ശരിക്കും ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആക്കേണ്ട, ഈസിലി അവൈലബിൾ ആക്കേണ്ട സംഭവങ്ങളൊന്നും തന്നെ ഒരു വാഷ്റൂമിൽ അടിസ്ഥാന ഘടകങ്ങളൊന്നും തന്നെ അവർ പൊതുജനങ്ങൾക്കായിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പോരാട്ടം എന്ന് പറയാം. ശുചിമുറി നിഷേധിച്ച പെട്രോൾ പമ്പ് ജീവനക്കാരെ വെറുതെ വിടാൻ ടീച്ചർ തയ്യാറായില്ല. പമ്പ് ഉടമയ്ക്കെതിരെ ജയകുമാരി ടീച്ചർ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചു. കമ്മീഷൻ ഇരുകൂട്ടരെയും വിളിച്ച് വിസ്തരിക്കുകയും ചെയ്തു. തുടർന്ന് ചട്ടങ്ങൾ പ്രകാരമല്ല പമ്പ് പ്രവർത്തിച്ചതെന്നും രാത്രി ഒരു സ്ത്രീക്കുണ്ടായ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ വിലയിരുത്തുകയും പിഴ ചുമത്തുകയുമായിരുന്നു. 1,50,000 രൂപ പിഴയും 15,000 രൂപ കോടതി ചെലവും ചേർത്ത് പമ്പുടമ ആകെ 1,65,000 രൂപ പിഴ അടയ്ക്കണം. വിധിയുടെ വിശദാംശങ്ങൾ 15,000 രൂപ കോടതി ചെലവായിട്ടും 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ടും നമുക്ക് തരണമെന്നാണ് വിധിച്ചിരിക്കുന്നത്. രാത്രി ഒരു സ്ത്രീയോട് കാണിച്ച നിരുത്തരവാദിത്വമായ സമീപനമാണ് നിയമ പോരാട്ടത്തിലേക്ക് ജയകുമാരി ടീച്ചറെ നയിച്ചത്. എന്നാൽ ജയകുമാരി ടീച്ചറുടെ പരാതി നിഷേധിക്കുകയാണ് പെട്രോൾ പമ്പ് മാനേജ്മെന്റ്. ഉപഭോക്തൃ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് തീരുമാനം. ഇനി ഞങ്ങൾ മേൽക്കോടതിയിലേക്ക്, സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് ഇതിന്റെ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. കാരണം വെച്ചാൽ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ട്. അവർ വന്ന സമയത്ത് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി അതുകൊണ്ട് കൊടുത്തിട്ടില്ല. പക്ഷെ അതിലുള്ള ആവശ്യമായ സാഹചര്യങ്ങൾ ഞങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ഒരുക്കി കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവർ ഗവനിക്കാതെയാണ് ഈ കേസുമായിട്ട് അവരന്ന് വന്നത് ഒരു ബാത്റൂം ഉപയോഗിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു എങ്കിൽ ഞാൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് പറഞ്ഞ തൊട്ടടുത്ത പമ്പിന്റെ തൊട്ടടുത്തുള്ള വീടിലോ തൊട്ടടുത്തുള്ള ഹോട്ടലുണ്ട് തീർത്ഥ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ തൊട്ടടുത്ത് അവരുടെ ബാത്റൂം നമ്മൾ ഉപയോഗിക്കാൻ അവർക്ക് കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അതൊന്നും അല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരു കേസുമായി മുന്നോട്ട് പോവുക. കാരണം മിക്ക പമ്പിലും അവരന്നോടെ വന്നിട്ട് സ്റ്റാഫിനോട് പറഞ്ഞത് ഇതാണ്, മിക്ക പമ്പിൽ പോയാലും പമ്പിലെ ബാത്റൂമിലെ ലോക്കാക്കിയിരുന്ന അവസ്ഥയാണുള്ളത്. ഇന്നേവരെ ഞങ്ങളുടെ പമ്പിലെ അങ്ങനത്തെ ഒരു കസ്റ്റമറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരാതികളോ ഞങ്ങളുടെ പമ്പിൽ ഇന്നേവരെ നേരിട്ടിട്ടില്ല. ജയകുമാരി ടീച്ചറെ പോലെയുള്ളവരുടെ നിയമ പോരാട്ടങ്ങൾ സമൂഹത്തിന് വലിയ മാതൃകകളാണ്. അടിസ്ഥാനാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ കൃത്യമായ നിയമ പോരാട്ടം നടത്തണമെന്ന സന്ദേശമാണ് ടീച്ചർ പകർന്നു നൽകുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട.
പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ അതിൽ പരിഹാരം ഉണ്ടാകുമെന്നൊരു തെളിവാണ്. ഇതിപ്പോൾ രണ്ട് പക്ഷത്തിന്റെയും വാദങ്ങൾ കേട്ടതാണ്. എന്തായാലും അതൊരു കോടതി നടപടികളിലേക്ക് അത് വീണ്ടും തുടർന്നു പോകുമെന്നാണ് ഈ രണ്ടുപേരുടെയും വാദങ്ങളിൽ നിന്നും അവരുടെ മറുപടികളിൽ നിന്നും മനസ്സിലാവുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ജയകുമാരി ടീച്ചറുടെ മാത്രം പ്രശ്നമല്ല എന്ന് തോന്നുന്നു. ഒരുപാട് പേർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കും ഈ പറയുന്ന പോലെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു ഇത്ര സമാനമായ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ പ്രേക്ഷകരും പറയുന്നുണ്ട് ഇതൊക്കെ എത്രമാത്രം സുരക്ഷ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇത്തരം ശൗചാലയങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്. ഒരുപക്ഷെ ഈ സ്ത്രീകളുടെ ശൗചാലയമൊക്കെ ആ പൂട്ടിയിടുന്നതിന് പമ്പുകാർ പറയുന്ന വിശദീകരണം അതിന് സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ഈ രീതിയിൽ ഒരു പ്രശ്നവുമില്ലാതെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രശ്നം തന്നെയാണ്. എന്തായാലും ഇത് കോടതിയിൽ എത്തിയിരിക്കുകയാണ്. കോടതിയിൽ തന്നെ തുടർവാദങ്ങളും ഹർജികളും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് ആ കേസ്. എന്തായാലും നിയമമുണ്ട്, അത് കൃത്യമായി തന്നെ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം കിട്ടേണ്ടതുമാണ്. അത് ആരെയും നിഷേധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ കേസ് നടത്തി മുന്നോട്ട് പോകാം എന്ന് തെളിയിക്കുകയായിരുന്നു ജയകുമാരി ടീച്ചർ. മറ്റൊരു വാർത്തയിലേക്കാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ എം പിയെ ED ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. താൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന 2.5 വർഷത്തെ കാര്യങ്ങളാണ് ചോദിച്ചത്. സ്വത്ത് വിവരങ്ങൾ നേരത്തെ നൽകിയിരുന്നു എന്നും കെ രാധാകൃഷ്ണൻ MP വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിച്ചു. എന്നോട് ചോദിച്ചതിന് എനിക്കറിയാവുന്ന രീതിയിലുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ ഇടപാടൊന്നും ചോദിച്ചിട്ടില്ല. പാർട്ടിക്ക് യാതൊരു ഇടപാടില്ലല്ലോ. ഈ ബാങ്കുമായിട്ട് യാതൊരു ഇടപാടും CPM-ന്റെ ജില്ലാ കമ്മിറ്റിക്കില്ല. അത് കൃത്യമായിട്ട് കണക്കുകൾ സഹിതം അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിളിച്ചപ്പോൾ വരാമല്ലോ, നമുക്ക് വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റാഫി, നേരത്തെ തന്നെ ED ഈ രീതിയിൽ കെ രാധാകൃഷ്ണൻ MPയുടെ ചോദ്യം ചെയ്യലിന് വരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്ത് ഈ പാർലമെന്റ് നടപടികൾ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം മാത്രമേ വരാൻ കഴിയുള്ളൂ എന്നൊരു സാവകാശം പറഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പാർട്ടിയുടെ ആ സമയത്തെ 2.5 വർഷത്തെ കാലത്തെ കാര്യങ്ങൾ ചോദിച്ചു എന്നാണ് ഇപ്പോൾ MP തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ, 7.5 മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലായിരുന്നു കെ രാധാകൃഷ്ണന് നേരിടേണ്ടി വന്നത്. അതായത് രാവിലെ 11 മണിക്കാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. വൈകിട്ട് 6:30 കൂടിയാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി കെ രാധാകൃഷ്ണൻ MP പുറത്തേക്ക് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ സഹകരണ ബാങ്കും തൃശൂർ ജില്ലാ കമ്മിറ്റിയും ഇവർ തമ്മിൽ നടത്തിയ ഇടപാടുകളായിരുന്നു പ്രധാനമായും EDക്ക് മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ കെ രാധാകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചു. പക്ഷേ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ടില്ല, തൻ്റെ കാലത്തുമില്ല, ഇപ്പോഴുമില്ല എന്നുള്ള മറുപടിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒപ്പം തന്നെ തൻ്റെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ എല്ലാം തന്നെ EDക്ക് നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചു. മറ്റ് ഇടപാടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തനിക്കറിയാവുന്ന മറുപടി EDക്ക് നൽകി എന്നുള്ളതാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞത്. ഇനി EDക്ക് മുന്നിൽ ഹാജരാകണോ എന്നൊരു ചോദ്യത്തിന് അത്തരത്തിലൊരു മറുപടി EDയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. തൻ്റെ മറുപടിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ തൃപ്തരാണ്, ഇനി വരേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. നേരത്തെ 2 വട്ടം കെ രാധാകൃഷ്ണന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു. ആദ്യ തവണ നോട്ടീസ് നൽകിയപ്പോൾ അമ്മ മരിച്ചതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി. പിന്നീട് നോട്ടീസ് നൽകിയപ്പോൾ പാർലമെന്റ് സമ്മേളനങ്ങൾ നടക്കുന്നതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് മറുപടി നൽകി. 3-ാം വട്ടമാണ് നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിലാണ് കെ രാധാകൃഷ്ണൻ EDക്ക് മുന്നിലെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 17-ാം തീയതി തന്നെ രേഖകളെല്ലാം തന്നെ EDക്ക് കെ രാധാകൃഷ്ണൻ നൽകിയിരുന്നു. എന്തായാലും 7.5 മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യൽ കൊച്ചിയിലെ ED ഓഫീസിൽ പൂർത്തിയായിട്ടുണ്ട്. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇന്നത്തെ പെട്രോൾ പമ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഗണ്യമായി കുറഞ്ഞിട്ടും മാറ്റമില്ലാതെ തുടരുകയാണ് ഇപ്പോഴും രാജ്യത്തെ ഇന്ധന വില. വിപണി വിലയ്ക്കനുസരിച്ച് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ എണ്ണ കമ്പനികൾക്ക് മാറ്റം വരുത്താം എന്ന നയം നിലനിൽക്കെയാണ് തീരുവ കൂട്ടി അധിക വരുമാനം നേടാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്നാണ് പരാതി. ഇന്ധനവില വർധനവിനെ പറ്റിയുള്ള ചോദ്യങ്ങളിലെല്ലാം കേൾക്കുന്നതാണ് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില വർധനവിനെ പറ്റിയുള്ള മറുപടി. 2 മാസം മുൻപ് ബാരലിന് $85 ആയിരുന്ന ക്രൂഡ് ഓയിലിന്റെ ഇന്നത്തെ വില $64 ആണ്. അതായത് $21 കുറവ്. സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാവുന്ന ഈ മാറ്റം എണ്ണ കമ്പനികൾക്ക് കണ്ട ഭാവമില്ല. ക്രൂഡ് ഓയിലിന്റെ വിലയിടിഞ്ഞിട്ടും എക്സൈസ് തീരുവ കൂട്ടുന്നുവെന്ന കൗതുകമുള്ള അറിയിപ്പാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം കഴിഞ്ഞ ദിവസം എക്സിലൂടെ പങ്കുവച്ചത്. മുൻപ് പെട്രോൾ വില വർധനയെക്കുറിച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണത്തിന് സമാനം. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്.
അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. അന്താരാഷ്ട്ര വിപണിയിലെ വിലയ്ക്കനുസരിച്ച് ഇന്ത്യൻ വിപണിയിൽ പെട്രോൾ ഡീസൽ വിലയിലെ ക്രമീകരണം UPA സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ രീതിയാണ്. കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധി മുൻനിർത്തി എണ്ണ കമ്പനികൾ ഈ രീതി നിർത്തിയതോടെ തിരിച്ചടിയുണ്ടായത് സാധാരണക്കാർക്ക്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതിനെ തുടർന്ന് ഇന്ധന വില 10 രൂപയോളം കുറയ്ക്കാൻ സാഹചര്യമൊരുങ്ങിയപ്പോൾ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്രം അതിന് തടയിട്ടു. എക്സൈസ് തീരുവ കൂട്ടിയും കുറച്ചും അസംസ്കൃത എണ്ണവില ഇടിവിന്റെ നേട്ടം സർക്കാരിലേക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. 2 രൂപ വീതം തീരുവ വർദ്ധിപ്പിച്ചതോടെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതിന്റെ പേരിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കേണ്ട വിലക്കുറവിലെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കില്ല. ആനുകൂല്യം സാധാരണക്കാർക്ക് നൽകാതെ ചില്ലറ വിപണിയിൽ വിലവർദ്ധനവ് പ്രതിഫലിക്കില്ല എന്ന ന്യായം പറഞ്ഞാണ് കൊള്ള. ഭാവിയിൽ ക്രൂഡ് ഓയിൽ വില കൂടിയാൽ തീരുവ കുറച്ചില്ലെങ്കിൽ ബാധ്യത ജനത്തിനായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ പ്രൈസസ് ഇപ്പം നമ്മുടെ സർക്കാരും നമ്മുടെ ഓയിൽ കമ്പനീസാണല്ലോ പണം പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. അവരെ ഒരു വിധത്തിലും സ്വാധീനിക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു റീഡിങ്. $85 ആയ സമയത്ത് പോലും ഇവിടെ പ്രൈസ് ചേഞ്ച് ഉണ്ടായില്ല. ഇന്നിപ്പോൾ $63 ആകുമ്പോൾ എന്താ പറ്റിയിരിക്കുന്നത്? എക്സൈസ് ഡ്യൂട്ടിയിൽ വ്യത്യാസങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാര്യം അത് കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് വില കൂടില്ലെങ്കിലും ആ എക്സൈസ് ഡ്യൂട്ടി വിഹിതം മാറ്റിയിരുന്നെങ്കിൽ 2 രൂപയെങ്കിലും നമുക്ക് കുറവ് കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ നിന്ന് സർക്കാർ അങ്ങ് മാറിയിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില ഏതാണ്ട് ഇതേ നിലയിൽ കുറഞ്ഞ 2020 71 രൂപയായിരുന്നു പെട്രോളിന്റെ വില. 2008 ഇതിനു മുൻപ് കുത്തനെയിടുന്ന ക്രൂഡ് ഓയിൽ വില $30 താഴെയായി. 2016 ബാരലിന് $43 ആയിരുന്നു വില. 2023-24 കാലത്തെ IOC, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം പോലുള്ള പൊതുമേഖല എണ്ണ കമ്പനികളുടെ ലാഭം 86,000 കോടി രൂപയാണ്. ഇന്ധന നികുതിയിലൂടെ ഇതേ വർഷം കേന്ദ്രത്തിന് ലഭിച്ചതാകട്ടെ 4.32 ലക്ഷം കോടി രൂപയും. കഴിഞ്ഞ വർഷം മാർച്ച് 14 ശേഷം ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമായി ഇന്ധനവില കുറവ് മാറിക്കഴിഞ്ഞു. ആനുകൂല്യങ്ങൾക്ക് അർഹതപ്പെട്ട സാധാരണക്കാരാണ് ഇതിലൂടെ വലയുന്നത്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്രാ പര്യടനം തുടരുകയാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ആദ്യ ദിനത്തിന്റെ സമാപന സമ്മേളനം അവിടെ പുരോഗമിക്കുകയാണ്. അതിലേക്ക് തത്സമയം. കേരള യാത്ര എത്തിയിരിക്കുന്നത് പാലക്കാട് KSRTC ബസ് സ്റ്റേഷന് സമീപമുള്ള ടോപ്പ് ആൻഡ് ടൗണിലാണ്. ഇവിടുത്തെ രാജു എന്ന് പറയുന്ന ഈ ടോപ്പ് ആൻഡ് ടൗണിൻ്റെ എല്ലാമായ അദ്ദേഹത്തെ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കുറേ വർഷങ്ങളായി ഈ കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന സ്ഥാപനമാണ്, ഹോട്ടലാണ്. അപ്പോൾ അവിടുത്തെ ഹാളിലാണ് നമ്മുടെ ഇന്നത്തെ പര്യടനം. അപ്പോൾ VPS ലെക്ഷർ പ്രസൻസ് SKN40 തുടരുകയാണ്. പാലക്കാട് ജില്ലയിലെ പര്യടനത്തിൻ്റെ ആദ്യ ദിവസത്തിന്റെ സമാപനം ഇവിടെയാണ് നടക്കുന്നത്. വളരെ സന്തോഷം ചേട്ടാ. ചേട്ടാ, ഓക്കെ, ചേട്ടനെ കുറിച്ചൊക്കെ പറയായിരുന്നു നമ്മൾ. ഇത് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുറേ ആളുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. 1 മണിക്കൂറായി. അതെ, എനിക്ക് മനസ്സിലായി. ഓക്കെ, സന്തോഷം. ഓക്കെ ഓക്കെ, വളരെ അങ്ങയുടെ പേരെന്താ? സതീഷ്. മാമിന്റെ പേര്? പ്രജിനി. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയാലോ? അപ്പോൾ ചേട്ടൻ്റെ ജീവിതമൊക്കെ സുഖമായിരിക്കുന്നു? നന്നായി പോകണം സാർ. സ്ഥാപനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകണം. അപ്പോൾ നമ്മുടെ യാത്രയെക്കുറിച്ചൊക്കെ അറിഞ്ഞല്ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ യാത്രയെക്കുറിച്ചൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു അല്ലേ? ഈ യാത്ര നല്ലൊരു കാര്യം. ഇപ്പൊ സാറ് പറയണ്ടായിരുന്നു മലമ്പുഴയില്. അതെ അതെ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം ചെയ്യുന്നത് എന്ന്. വളരെ സന്തോഷം. കണ്ണീരിന് അവസാനം ഉണ്ടാവും. അതെ അതെ, അതാണ് നമ്മുടെ മോട്ടർ. ഓക്കെ, 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്രാ പര്യടനം ഇപ്പോഴും തുടരുകയാണ്. പാലക്കാട് അതിന്റെ ആദ്യദിന പര്യടനം പൂർത്തിയാവുകയാണ്. സമാപന സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. അതിന് മുന്നോടിയായ കലാപരിപാടികൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാർത്തയിലേക്ക്. കണ്ണൂർ കണ്ണപുരത്തെ BJP കൊടിമര വിവാദത്തിൽ പ്രതിഷേധിച്ച BJP പ്രവർത്തകർക്കെതിരെ കേസ്. 40 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ണപുരം CI ബാബുമോനെതിരെ അശ്ലീല പദപ്രയോഗം നടത്തിയെന്നാണ് FIR. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
പൊതുജനം കരുതൽ സാർ എന്ന പരിപാടി ഇന്നത്തെ സമയം പൂർത്തിയാവുകയാണ്.